ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായി, ലവ്ലി ചബ്ബി ഗേൾ എന്ന മീനിങ് സ്റ്റോറി നെയിം. ഓക്കെ, നമുക്ക് സ്റ്റോറിക്ക് പോവാം. നമ്മളെ ഹീറോയിൻ കുറച്ച് ചബ്ബി, അത്ര ചബ്ബിയൊന്നുമില്ല, കുറച്ച് ചബ്ബിയാണ് നമ്മളെ ഹീറോയിൻ. നമ്മളെ ഓട്ടിസം മെമ്പേഴ്സ്, റിച്ച് ബോയ്സ്, ആൻസം ഐഡൽസ്. നമ്മളെ ഹീറോയിൻ്റെ പേര് പ്രിയ. പ്രിയ ഓ അമ്മേ, അമ്മ അമ്മ എന്ന് വിളിക്കായിരുന്നു പ്രിയ. അമ്മ എന്ന് വിളിക്കാം. പ്രിയോണ്ട് അമ്മ ഓടി വന്നു. എന്തൊരു പ്രശ്നം, എന്നിട്ട് ഒച്ച ഉണ്ടാക്കുന്നോ? എന്നമ്മ നീട് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ പോണ്ട പറഞ്ഞിട്ട്. നീ എന്താ ആൻറ്റീൻ്റെ വീട്ടിൽ ചെയ്താ? ഇല്ല, ആൻറ്റീൻ്റെ വീട്ടിൽ വിരുന്നേരം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആൻറ്റിക്ക് ഏൽച്ചാൻ വേണ്ടി പോയതാ എന്ന് പറയായിരുന്നു പ്രിയയുടെ അമ്മ. ആ, അതുകൊണ്ട് പ്രശ്നം എന്താ അമ്മ? എപ്പോൾ നോക്കാം അമ്മ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോയാൽ എനിക്ക് ഫുഡ് വേണോ അമ്മ? പ്രിയ, നിനക്ക് ഫുഡിങ് ഉണ്ടാക്കാൻ അറിയില്ല? അറിയോ അമ്മ, അതൊക്കെ എന്താ? എടീ, ഇങ്ങനെ ഫുഡ് കേട്ടിട്ടിരുന്ന എന്താ ചെയ്യാം അമ്മ? എനിക്ക് ഫുഡ് വേണോ? എനിക്ക് കുക്കിംഗ് ക്ലാസ് പോകണം അമ്മ, പ്ലീസ് അമ്മ, എനിക്ക് കുറച്ച് ലഞ്ച് അമ്മ, എനിക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അവിടെ ടേബിൾ വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഫുഡ് വിളമ്പി. അങ്ങനെ ഫുഡും കഴിച്ച് എനിക്ക് കോളേജ് ലേറ്റായി, എന്നെ ബായ് അമ്മ എന്നെ കണ്ണത്ത് കേസ് അടിച്ച് പോയി. ശരി, അങ്ങനെയായിട്ട് ഹീറോയി കോളേജിലേക്ക് പോയിരുന്നു. ഹീറോയി ഫസ്റ്റ് ഇയർ കോളേജാണ്. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഇന്ന് ഫസ്റ്റ് ഇയർ കോളേജ് മച്ചി എന്ന് പറയായിരുന്നു. അതെ, ഹീറോയിൻ്റെ ഫസ്റ്റ് ഇയർ കോളേജ് അകത്ത് വന്ന് എല്ലാ ഗേൾസെല്ലാം ഹീറോ ചോദിച്ചിട്ടുണ്ടോ, എല്ലാ ബോയ്സെല്ലാം ഹീറോയുടെ നോക്കി ചബ്ബിയായിട്ടുണ്ടല്ലോ എന്ന് പറയായിരുന്നു. ഇങ്ങനെ സംസാരിക്കുക, ബുള്ളിങ് എ ഗേൾസ് കമ്മിങ് ഇങ്ങനെ വിളിക്കായിരുന്നു. അങ്ങനെ വിളിച്ചായിരുന്നു ഹീറോയും പാവമായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അതെ, ഹീറോയിൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. അങ്ങനെ പാവമായിട്ട് എന്താ സീനിയേഴ്സ് എന്നെ കേൾക്കുമ്പോൾ ഒരു വായിസ് കേട്ടായിരുന്നു. എന്താടാ ഇവിടെ ചെയ്യുന്നത്, എന്താടാ ഇവിടെ ചെയ്യുന്നത് എന്നെ ഒരാൾ ഒരു വോയിസ് കേട്ടായിരുന്നു. അങ്ങനെ അത് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേറെ ആരുമില്ല, പ്രിൻസിപ്പളായിരുന്നു. എന്താ അവിടെ നടക്കുന്നത് സാർ? അത് മോളെ ഡാഡി എന്ന് പറയായിരുന്നു. ഇത് കേട്ട് ബാക്കി ബോയ്സ്, സീനിയേഴ്സ് ബോയ്സ് ഷോക്കായിരുന്നു. ഡാഡിയാ? അതെ, മുറിക്കായിരുന്നു. പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കോളേജ് എല്ലാവർക്കും അറിയൂ, കോളേജ് ചെയർമാൻ. എല്ലാവർക്കും ആയിട്ട് ബോയ്സ് അങ്ങനെ ഒരു പ്ലേസ് വിളിച്ചായിരുന്നു. അങ്ങനെ എല്ലാവരും ബോയ്സ് ഗേൾസ് എല്ലാം എല്ലാവരോടും സംസാരിക്കും എന്നെ പറഞ്ഞു അവിടുന്ന് പോയായിരുന്നു റാഗിങ് ചെയ്യുന്നത്. അങ്ങനെ പ്രിൻസിപ്പൾ മുറിച്ചിട്ട് വന്നായിരുന്നു. അതെ, പ്രിൻസിപ്പൾ പറഞ്ഞ ഹീറോയിൻ അങ്കിളായിരുന്നു. അങ്ങനെ എല്ലാവരും സ്റ്റേജിലേക്ക് വന്നായിരുന്നു. സ്റ്റേജ് എല്ലാവരും ഇരുന്നു. എല്ലാ ഗേൾസ് ബോയ്സ് വരാൻ പറഞ്ഞു. എല്ലാവർക്കും ഞാൻ പറയാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഹീറോയിനെ വിളിച്ചായിരുന്നു. ഹീറോയിൻ പ്രിയ വന്നായിരുന്നു. എല്ലാവർക്കും കേട്ടോ, ഈ മൈ നെയിം ഈസ് എൻ്റെ ചെയർമാൻ സംസാരിക്കുമായിരുന്നു. കമ്പനി അതല്ലേ കോളേജ് CEO പറയാൻ തുടങ്ങി. കോളേജ് ചെയർമാൻ CEO. അതെ കുട്ടികളെ, എൻ്റെ കുട്ടീനെ റാഗിങ്, ഒരു ഗേൾസിൻ വോയിസ് റാഗിങ്, എൻ്റെ മോളെ റാഗിങ് ചെയ്താൽ നിങ്ങൾ ബാക്കി വെക്കണം എന്നെ മിരട്ടായിരുന്നു. അങ്കിൾ പറയായിരുന്നു, ഇവിടെ എനിക്ക് മകൾ മാറി, ഇനി ആര് റാഗിങ് ചെയ്താൽ ഞാൻ ബാക്കി വെക്കണം. കുട്ടികളെല്ലാം പഠിക്കുന്നതാണ്, നിങ്ങൾ റാഗിങ് ചെയ്യുന്നതല്ലേ എനിക്കറിയൂ. റാഗിങ് ഇങ്ങനെ ആര് ഗേൾസ് റാഗിങ് ചെയ്താൽ ഞാൻ ബാക്കി വെക്കണം എന്ന് മിരട്ടായിരുന്നു. ഇത് കേട്ട് എല്ലാ ഗേൾസ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ റാഗിങ് ചെയ്താൽ ബാക്കി വെക്കാം, ഫുള്ളെടുത്ത് ക്യാമറ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിരുന്നു. എവിടെയെന്ന് ഞങ്ങൾ പറയില്ല, സീക്രട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. അത് കേട്ട് എല്ലാവർക്കും പേടിയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ ഹീറോയി കോളേജകത്ത് വന്ന് എല്ലാ ഹീറോയ്ക്ക് ഒരു ഫ്രണ്ട്സ് കിട്ടിയായിരുന്നു. ഹായ്, എൻ്റെ പേര് റോസ്. ഹായ്, എൻ്റെ പേര് പൂജ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാ ദിവസവും എൻട്രി ചെയ്തായിരുന്നു. റോസാ? ഇല്ല, എൻ്റെ പേര് റോസാണ് വിളിക്കുന്ന നിക് നെയിമായിട്ട്. എൻ്റെ ശരിക്കുള്ള അനുവന്ത്. ഹായ് അനു എന്ന് പറയുന്നു. അങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെയായിട്ട് ഫ്രണ്ട്സായിട്ട് ജോലിയേഷൻ ചെയ്തിരുന്നു. അങ്ങനെയായിട്ട് അതെ എന്താ പ്രശ്നം? ഒന്നുമില്ലടി, ഒരു ചുമ്മാ കറങ്ങാൻ പോവാ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ ജോലിയായിട്ട് അവർക്ക് കൂടെ എൻജോയ് ചെയ്താണ്. അർജുനാണ് ഫ്രണ്ടും കിട്ടി, ആദ്യം പറയുന്ന ഫ്രണ്ടും കിട്ടി. അങ്ങനെ എല്ലാ ടീം ആയിരുന്നു. അങ്ങനെ ഫ്രണ്ട്സായിരുന്നു. അങ്ങനെയായിട്ട് ഓൾറെഡി അർജുൻ പറയുന്ന ഫ്രണ്ടും ആദ്യം പറയുന്ന ഫ്രണ്ട് ഓൾറെഡി ആ കോളേജിൽ പഠിക്കാൻ കൂടിയതായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ട്സ്, അത് മാത്രമല്ല ടോട്ടൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് ഒരു 7. പുതിയ ഫ്രണ്ട്സ് അല്ല, അവളുടെ ഫ്രണ്ടാണ്. അത് പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ട്സാണ്. അത് അനു പറയണം പൂജ പറയായിരുന്നു. എടീ, നമ്മളൊക്കെ അത് പഠിച്ച ഫ്രണ്ട്സാണ്, വേറെ കോളേജിൽ നിന്നല്ല, ഞങ്ങൾ വേറെ സ്കൂളാണ്, മാത്രം കോളേജ് ഞങ്ങൾ ഒക്കത്ത് പഠിക്കുന്നതാണ്. അവരെല്ലാവരും വീട് അടുത്തടുത്ത് വീടാണ്. ഈ ചിരിച്ചിട്ട് പറയായിരുന്നു, നമ്മളെ വീടെല്ലാം ഒക്കത്താണ്, ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ലേ. ഹീറോയിൻ്റെ ഫ്രണ്ട്സും അതെ ബോയ്സും ഗേൾസും പറയായിരുന്നു ചിരിച്ചിട്ട്. ശരി വാക്കാം. അങ്ങനെ അവിടെ എല്ലാം സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. ജോലിയായിട്ട് ഫുഡ് അതിൽ കളിക്കുക. ബോയ്സ് പറഞ്ഞു, ഇത് കഴിക്കുക, എന്താ വേണ്ടടാ എന്ന് പറയും. അങ്ങനെ ഫ്രണ്ട്സും കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും വീട്ടിൽ വന്നിട്ട് നീ സംസാരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ബോയ്സ് നോക്കാം. അവർ ഒരു ആക്ട്രസ് പറഞ്ഞ ആക്ടറാണ്, ഐഡലല്ല ഇതിൽ. അവർ ബിസിനസ് മാൻ ആയിരുന്നു. അവരെല്ലാം ടോപ്പ്
മൂവിൽ റമല നന്നായിട്ട് ആക്ട് ചെയ്യും ബോയ്സ്. അങ്ങനെയായിട്ട് ഓരോ നാൾ ബിസിനസ് മാൻ, അങ്ങനെ ടോപ്പ് നമ്പർ 1 ബിസിനസ് മാനാണ്. അങ്ങനെയായിട്ട് ഓരോ നാളും ബിസിനസ് മാത്രമല്ല, അവർ ഓരോ നാൾ ഓരോന്ന് ജോബ് ചെയ്യാണ്. നമുക്കിപ്പോൾ ഓരോ നാൾ ജോബ് നോക്കാം. നമ്മളെ ജിന്ന് ഒരു ഡോക്ടറാണ്. ജിന്നിക്ക് ഒരു ഹോസ്പിറ്റൽ സ്വന്തമുണ്ട്. അതുമാത്രമല്ല ഒരു ആക്ടറാണ്. ജിന്ന് മോഡൽ, ആക്ടർ, ഡോക്ടർ പഠിച്ച് സ്വന്തം ഒരു ഹോസ്പിറ്റൽ വെച്ച് റൺ ചെയ്യാൻ. അതിൽ ചെയർമാൻ, സിഒ മാതിരി ഒക്കെ. ആ ജിന്നിന് എൻട്രി നമുക്ക് കേട്ട്. അത് മാത്രമല്ല നമുക്ക് നെക്സ്റ്റ് ഷുഗർ എൻട്രി. ഷുഗർ പറഞ്ഞ ഒരു ആക്ടറും അതെ, ആക്ടർ, മോഡൽ, അത് മാത്രമല്ല ബിസിനസ് മാൻ. ഷുഗർ പറഞ്ഞ ബിസിനസ് മാൻ ഒരു കമ്പനി, സിംഗിങ് ഐഡൽ കമ്പനി വെച്ച് റൺ ചെയ്യുകയാണ്. അതിൽ ചെയർമാൻ, സിഇഒ ആണ്. നമ്മൾ നെക്സ്റ്റ് ആറം പറഞ്ഞാൽ ആറമ്മക്ക് സ്വന്തം കോളേജുണ്ട്. കോളേജ് പറഞ്ഞാൽ ഹീറോ പഠിക്കുന്ന, അതെ ഹീറോയല്ല വേറെ കോളേജ്, കൊറിയയിൽ കോളേജുണ്ട്. സ്വന്തം കോളേജും ഇന്ത്യയിൽ കോളേജുണ്ട്. ആറം പിന്നെ നമ്പർ 1 ബിസിനസ് മാൻ. ആർട്രോക്കും കോളേജ് വെച്ച് റൺ ചെയ്യാണ്. ലാബ് സയൻസ്. അതെ 6 എൻട്രി. ജെ ഹോപ്പർ ഡാൻസ് ടീച്ചർ. ഡാൻസ് സ്റ്റേജിൽ വെച്ച് ഡാൻസ് വെച്ചിട്ടുണ്ട്. ഡാൻസ് സ്റ്റുഡിയോ വെച്ചിട്ട് റൺ ചെയ്യാണ്. അതുപോലത്തെ സിംഗിങ് ചെയ്യും. അതെ നല്ല പാട്ടിങ്, ഡാൻസ് ടീച്ചർ, പാട്ടിങ്. നമ്മളെ വി ജേഹബിനായി വിൻ്റെ എൻട്രി. വി പറഞ്ഞ ഫാർ കിം ടാം. അതെ വി ഷോർട്ട് നെയിം വി പറഞ്ഞ സിംഗിങ് ടീച്ചർ. ഏത് മ്യൂസിക്കിലായിട്ട് പഠിപ്പിച്ച് കൊടുക്കും. സിംഗിങ്, ഡാൻസ്, മോഡൽ, ആക്ടർ, ഫാഷൻ ഡിസൈനർ കമ്പനി വെച്ച് റൺ ചെയ്യാം. ഫാഷൻ കമ്പനി വെച്ച് റൺ ചെയ്യും. ജങ്കുക്ക് പറഞ്ഞ ടാറ്റോ കമ്പനി വെച്ച് റൺ ചെയ്യും. ജങ്കുക്ക് ഒരു മോഡലാണ്. കുറേ ബിസിനസ് ഉണ്ട് ജങ്കുക്ക്. അതുമാത്രമല്ല മേക്കപ്പ് കമ്പനി. ജങ്കുക്ക് മേക്കപ്പ് കമ്പനിയുണ്ട്. മേക്കപ്പ് ക്ലാസ് പഠിക്കുന്നത്. അതുമാത്രമല്ല കുക്കിംഗ് കമ്പനി ജങ്കുക്ക് ഉണ്ട്.